അമ്പലപ്പുഴ MLA ജി സുധാകരൻ ഇന്നും കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കുന്ന ഒരു ഉത്തമ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് CPM-ൽ ഇപ്പോഴും തുടരുന്ന ചുരുക്കം ചില നല്ല കമ്മ്യൂണിസ്റ്റുകാരെങ്കിലും മനസ്സുകൊണ്ട് അംഗീകരിക്കുന്നുണ്ടെന്ന് പറയാതെ വയ്യ. സ്വന്തം ചോരയായ സഹോദരൻ ഭുവനേശ്വരനെ രാഷ്ട്രീയ എതിരാളികൾ കൊന്നു തള്ളിയിട്ടും വിപ്ലവത്തിന്റെ ചൂട്ടരിച്ച് പ്രസ്ഥാനത്തിന് പിന്നിൽ അടിയുറച്ചു നിന്ന സുധാകരനെ കറിവേപ്പില പോലെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞതിലൂടെ തങ്ങൾക്കുള്ള കുഴി സ്വയം കുഴിക്കുകയാണെന്ന് തിരിച്ചറിയാൻ ആലപ്പുഴയിലും അമ്പലപ്പുഴയിലുമുള്ള കുലംകുത്തി സഖാക്കൾക്കും കഴിഞ്ഞില്ലെന്നാണ് പാർട്ടിയെ വെല്ലുവിളിച്ച് സ്വതന്ത്രനായി മത്സരിച്ച് നിയമസഭയിലെത്തിയ ജി സുധാകരൻ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. പിണറായി വിജയനല്ല പാർട്ടിയെ നശിപ്പിച്ചതെന്നാണ് സുധാകരൻ പറയുന്നത്. പാർട്ടിയുടെ തകർച്ചയ്ക്ക് കാരണമെന്ന ചോദ്യം ഉന്നയിക്കും മുമ്പേ MV ഗോവിന്ദന്റെ ധാർഷ്ട്യം നിറഞ്ഞ നാക്കാണ് ഈ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ സർവനാശത്തിന് കാരണമായതെന്ന് സുധാകരൻ മാധ്യമങ്ങൾക്ക് മുൻപിൽ തുറന്നടിച്ചിരിക്കുകയാണിപ്പോൾ. പയ്യന്നൂരിൽ കുഞ്ഞുകൃഷ്ണനും തളിപ്പറമ്പിൽ TK ഗോവിന്ദനും പാർട്ടി വിട്ട് പുറത്തു വന്നപ്പോൾ ഇരുവരെയും വിജയിപ്പിച്ച് നിയമസഭയിൽ എത്തിച്ചത് ആ നാട്ടിലെ CPM അനുഭാവികൾ അടക്കമുള്ള ഇടതു വലതുപക്ഷ സഹയാത്രികരാണ്. തൃക്കരിപ്പൂരിൽ അടക്കം കനത്ത തോൽവി. രണ്ടാം പിണറായി സർക്കാരിലെ CPM മന്ത്രിമാരിൽ 3 പേരാണ് മുഖ്യമന്ത്രിയായിരുന്ന പിണറായിയെ കൂടാതെ സഭയിലെത്തിയത്. 4-5 റൗണ്ടുകൾ എണ്ണിത്തീരും വരെ സ്വന്തം ചെങ്കോട്ടയായ ധർമ്മടത്ത് പിന്നിലായും വിയർത്തും വെള്ളം കുടിച്ചും ഒരു കണക്കിന് കരപറ്റിയെങ്കിലും പാർട്ടിയും മുന്നണിയും അനുഭവിച്ച ചെറുത്തുനിൽപ്പ് ചെറുതല്ലെന്ന് തന്നെ പറയേണ്ടി വരും. ഇത്രയൊക്കെ തകർച്ച നേരിട്ടിട്ടും യാതൊരു കുലുക്കവും ഇല്ലാതെ വായിൽ തോന്നുന്നതെല്ലാം കോതയ്ക്ക് പാട്ടെന്ന നിലയിൽ പുറത്തേക്ക് തുപ്പുന്ന ഗോവിന്ദൻ മാഷിനെ നിലയ്ക്ക് നിർത്താൻ അഖിലേന്ത്യാ സെക്രട്ടറി ബേബിച്ചായൻ പോലും ഒരു വാക്ക് പറയുകയോ പരിശ്രമിക്കുകയോ ചെയ്യുന്നില്ല. നിയമസഭയിൽ വെച്ച് പഴയ ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാലൻ പോലും പിണറായിയെ കുറ്റപ്പെടുത്തി. ബെല്ലടിച്ച് കാര്യം പറയാതെ കല്ലിന് കാറ്റ് പിടിച്ചതുപോലെ ഇങ്ങനെ ഇരിക്കുന്നത് എന്തിനാണ് എന്ന് പറയാതെ പറയുകയായിരുന്നു ബാലഗോപാലൻ. 75 വയസ്സ് കഴിഞ്ഞാൽ മുഖ്യ ചുമതലകളിൽ നിന്നും മാറി നിൽക്കണമെന്ന നിബന്ധന കൊണ്ടുവന്ന് പാർട്ടി നേതാക്കളിൽ പലരെയും പുറത്തു നിർത്തിയ പിണറായി പ്രതിപക്ഷ നേതാവിന്റെ സുഖസൗകര്യങ്ങൾ അനുഭവിക്കുന്നത് കാണുമ്പോഴുള്ള അസൂയയാണ് പ്രതിപക്ഷ നേതാവാകാൻ കുപ്പായം തുന്നിയ ബാലഗോപാലനെ അസ്വസ്ഥനാക്കുന്നതെന്നും പറയാതെ വയ്യ. മുഖ്യമന്ത്രി കസേരയിലിരുന്ന് നാടിനെയും പാർട്ടിയെ ഒരു വഴിക്കാക്കിയിട്ടും അധികാരക്കൊതി പിണറായിയെ വിട്ടൊഴിയുന്നില്ലെന്നാണ് പിന്നാമ്പുറ വാർത്തകൾ. ജി സുധാകരൻ CPM-നെയും ഗോവിന്ദൻ മാഷിനെയും നഖശികാന്തം മാന്തിപ്പൊളിച്ചിട്ടും കമാ എന്നൊരക്ഷരം സുധാകരനെതിരെ ഉരിയാടാൻ CPM ഇതുവരെ തയ്യാറായിട്ടില്ല. ഉള്ളത് പറഞ്ഞാൽ ഉറിയും ചിരിക്കുമെന്നാണല്ലോ പഴമൊഴി. പഴമൊഴിയിൽ പതിരില്ലെന്നാണല്ലോ പുതുമൊഴി.